ശരിയായ ചികിത്സ എന്നാൽ പൂർണ്ണമായ രോഗശമനമാണ്. എന്നാൽ ഇന്നത്തെ പല ചികിത്സകളും ഒരു അസുഖത്തിൽ നിന്ന് മറ്റ് അസുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും മനുഷ്യന്റെ ആരോഗ്യവും ആയുസ്സും സമ്പത്തും സമയവും എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ചൂഷണങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുന്ന സ്വസ്ഥവും സമാധാനപൂർണവുമായ ജീവിതത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്ന അക്യുപങ്ചർ ചികിത്സയെ കുറിച്ച് കൂടുതൽ അറിയാം അക്യുപങ്ചർ അക്കാദമി തൃശൂർ ബ്രാഞ്ച് ഡയറക്ടർ നസീർ ബാബ സാറിനെ ഏറെ ബഹുമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. നല്ല സോങ്ങായിരുന്നു അല്ലേ? കേട്ടില്ലേ? സ്വയമൊന്ന് നോക്കുമോ വെറുതെ സുഖപരിഹാരം നിറയെ അല്ലേ? എന്നല്ലേ അവരെന്നെ എഴുതിയതാണ്. അക്യുപങ്ചറിസ്റ്റാണ്. തൃശ്ശൂർ ബ്രാഞ്ചിലെ 17th ബാച്ചിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിയാണ്. സ്വയം ഒന്ന് നോക്കുമോ വെറുതെ സുഖപരിഹാരമുണ്ടതിൽ, അതന്നെയാണ് അക്യുപങ്ചർ. ഇനിയും അറിയാത്തതെന്തേ നമ്മൾ, ഇനിയും അറിയാത്തതെന്താണ് നമ്മൾ. അപ്പൊ അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം അക്യുപങ്ചർ അക്കാദമി പൂർവ്വ വിദ്യാർത്ഥികൾ 3 പേര്, ഒന്ന് തൊട്ടടുത്തുള്ള നസറിയ ഫാത്തിമ നസറി, അതുപോലെ തന്നെ അബ്ദുൽ സമദ്, നെഹദ നസറി, ഈ 3 പേര് കൂടിയാണ് എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം. ഞങ്ങള് ഫസ്റ്റ് വന്നപ്പോ കുറച്ച് പേരേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഈ വാർത്തയിലൊക്കെ മറ്റുള്ളവർ വേണ്ടേ. പിന്നെ വളരെ സന്തോഷം തോന്നി. ഇതിനു മുമ്പ് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ സംസാരത്തിലൂടെ കോഴിക്കോടുള്ള സീനിയർ അക്യുപങ്ചറിസ്റ്റുകളാണ്. ഞാൻ നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. എന്റെ പേര് ഇവർ പറഞ്ഞ പോലെ നസീർ ബാവ. 8 വർഷമായി അക്യുപങ്ചർ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. അതിനു മുമ്പ് പലർക്കും അറിയും, ഞാൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. 20 വർഷത്തോളം മെഡിസിൻ വ്യാപാര രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. ഡോക്ടേഴ്സിന് മരുന്ന് എഴുതാൻ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. അതിൽ നിന്ന് മരുന്ന് കഴിക്കേണ്ടെന്ന് രോഗികളോട് പറയുന്നതിലേക്ക് എത്തി. ആ മാറ്റം എങ്ങനെ വന്നു? അപ്പൊ ആ മാറ്റമാണ് അക്യുപങ്ചറിന്റെ വിജയം. ഒരുപാട് പേരുണ്ട്. ഓരോ ബാച്ചിലും ബിഫാം പഠിച്ചവരും ഡിഫാം പഠിച്ചവരും BSc നഴ്സിംഗ് പഠിച്ചവരൊക്കെ അക്യുപങ്ചറിലുണ്ട്. അതിനെക്കുറിച്ച് അക്യുപങ്ചർ ചികിത്സയുടെ മേന്മയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ ഒരുപാട് ജീവികളുണ്ട് അല്ലെ? ഒരുപാട് പലതരത്തിലുള്ള ജീവികളുണ്ട്. കാട്ടിലാണെങ്കിൽ കാട്ടാന മുതൽ പിന്നെ ഒരുപാട് മൃഗങ്ങൾ, വന്യമൃഗങ്ങള്, അതുപോലെ ഇഴജന്തുക്കള്, പക്ഷിലതാദികള്, സൂക്ഷ്മജീവികളൊക്കെ ഉണ്ട്. നാട്ടിലാണെങ്കിലും ഒരുപാട് മൃഗങ്ങളുണ്ട്, മനുഷ്യനുണ്ട്, കടലിലും പുഴയിലൊക്കെ മത്സ്യങ്ങളുണ്ട് അല്ലേ? സംശയം ഉണ്ടായില്ലല്ലോ. അവരൊക്കെ വിഭാഗങ്ങളായിട്ടാണ് ഉള്ളത്. മനുഷ്യ വിഭാഗം, ആ വിഭാഗത്തിൽ തന്നെ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, പലതരം വിഭാഗമുണ്ട്. അതുപോലെ മൃഗങ്ങളിലുണ്ട് വിഭാഗങ്ങൾ അല്ലെ? അതുപോലെ മത്സ്യങ്ങളിലുണ്ട് പലതരം വിഭാഗങ്ങളിലായിട്ട്. സൂക്ഷ്മജീവികളിലും ഇഴജന്തുക്കളിലൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? എല്ലാവർക്കും, മനുഷ്യനും മറ്റു ജീവികൾക്കൊക്കെ കോമൺ ആയിട്ട് അറിയില്ലേ? ജീവൻ, അതുകൊണ്ടല്ല ജീവജാലങ്ങൾ എന്ന് പറയുന്നത്. ജീവികൾ എന്ന് പറയുന്നത് ഇവർക്കൊക്കെ ജീവനുണ്ട് അല്ലെ? അത് കൂടാതെ ഒരുപാട് സാമ്യതകൾക്കൊക്കെ മനുഷ്യനും മറ്റു ജീവികൾക്കൊക്കെ ഉണ്ട് സാമ്യതകൾ. എന്താണ് സാമ്യതകൾ? അവരൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ് അല്ലെ? ഭക്ഷണം കഴിക്കണ്ടേ? എല്ലാ ജീവികളും ഭക്ഷണം കഴിക്കും. എല്ലാ ജീവികളും ശ്വസിക്കും. എല്ലാ ജീവികൾക്കും അവയവങ്ങളുണ്ട് അല്ലെ? ലിവറും കിഡ്നിയൊക്കെ ഇല്ലേ? കോഴി നടത്തി കഴിഞ്ഞാൽ ലിവർ ഇട്ടില്ലേ? പോത്തിനർത്ഥ ലിവറും കിഡ്നിയും
എല്ലാതുണ്ട്. എല്ലാ സൂക്ഷ്മജീവികൾക്ക് എല്ലാതും ഉണ്ട്. വീവറും എല്ലാതും. അതുപോലെ അവർക്കൊക്കെ സ്നേഹമുണ്ട് ഇല്ലേ? കുട്ടികളോട് സ്നേഹം കണ്ടില്ലേ നമ്മള്? അതുപോലെ അവർക്കൊക്കെ വിഷമമുണ്ട്, ദുഃഖമുണ്ട്, സങ്കടമുണ്ട്, ഇതെല്ലാം ഉണ്ടാവും. എല്ലാ ജീവികൾക്കും എല്ലാതും ഉണ്ട്. അതുപോലെ തന്നെ രോഗങ്ങളും ഉണ്ട് അല്ലെ? എല്ലാ ജീവികൾക്കും രോഗങ്ങളുണ്ട്. പക്ഷെ മനുഷ്യൻ മാത്രം രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ നടക്കുന്നു അല്ലെ? മറ്റു ജീവികളാണെങ്കിലും പണ്ട് കഥാപുസ്തകത്തിലൊക്കെ ഉണ്ട്, പണ്ടിൽ എപ്പോഴും ഉണ്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞാലുണ്ട് അതേപോലെ ഈ കുറുക്കൻ ഡോക്ടറായിട്ട് അല്ലെ, നായക്കളുടെ ഡോക്ടറെ ഡോക്ടർ അതേപോലെ ഉണ്ടാകും. അതുപോലെ ശരിക്കും ഉണ്ടാകും. ശരിക്ക് മറ്റു മൃഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികൾക്ക് മെഡിക്കൽ കോളേജ് ഉണ്ടാകും, അവർക്ക് ഡോക്ടർമാരുണ്ടാകും. നമ്മൾ പറയാം അവർക്ക് ഡോക്ടർ ഉണ്ടല്ലോ, മൃഗ ഡോക്ടർ ഇല്ലേ? മൃഗ ഡോക്ടറൊക്കെ ഉണ്ടായത് അവരെ നമ്മൾ കൊടുത്തിട്ട്, മൃഗങ്ങളെ നമ്മൾ കൊടുത്തിട്ട് വീട്ടിൽ കൊടുത്ത് വളർത്തുമ്പോഴാണ് അവർക്ക് മൃഗ ഡോക്ടർ വേണ്ടി വരുന്നത്. അവരെ സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ കാട്ടിൽ നിന്ന് ഏതെങ്കിലും മൃഗങ്ങൾ വന്നിട്ട്, ഏതെങ്കിലും ഒരു പട്ടി വന്നിട്ട് മൃഗ ഡോക്ടറെ തിരിക്കില്ല. അങ്ങനെ ഇരിക്കുവോ? അങ്ങനെ ഇരിക്കില്ല. അവര് നമ്മളും എല്ലതും സാമ്യത ഉണ്ടായിട്ട് അവർക്കുണ്ട് കൈകാലും ജീവനും സങ്കടമുണ്ട്. അവർക്ക് ഏതെങ്കിലും പ്രസവിക്കാൻ ടൈമായ ഗൈനക്കോളജിസ്റ്റ് കിട്ടുമോ? അവർക്ക് എല്ല് പൊട്ടിയാൽ ഓർത്തോറി കിട്ടുമോ? ഇതൊന്നുമില്ല. നമ്മൾ മാത്രം എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോ ഡോക്ടറുടെ കുട്ടിക്ക് പനി തുടങ്ങുമ്പോ ഡോക്ടറുടെ ഏത് ഡോക്ടറാണ്? ഏത് ഡോക്ടർ? നല്ല ഡോക്ടർ. DCHന്റെ മേലെ ഏതെങ്കിലും ഉണ്ടാകും, പീഡിയാട്രീഷ്യൻ ഡോക്ടർ അതിന് മേലെന്താ? അന്വേഷിക്കല്ലേ? ഇവര് കുട്ടികൾ ഏതെങ്കിലും പട്ടിക്കുട്ടികള് 10-20 പ്രസവിക്കൂലേ? അവർക്ക് അസുഖങ്ങൾ വരും. നമ്മൾ അന്വേഷിക്കാറില്ല. നമ്മളെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ അസുഖങ്ങൾ മാത്രമേ നമുക്ക് നോക്കുള്ളൂ. മറ്റുള്ള ജീവികൾക്കൊക്കെ ഉള്ളത് പോലെ നമുക്കും അസുഖം വരുന്നു. സത്യത്തിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാം വെക്കുന്നത് നിങ്ങളൊക്കെ മൃഗങ്ങളാക്കാൻ വേണ്ടിയാണ്. പ്രശ്നമുണ്ടാ? മൃഗങ്ങളാക്കി കഴിഞ്ഞാൽ രോഗങ്ങളില്ലാതെ ജീവിക്കാം. അതിനു വേണ്ടിയാണ്. ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ്. ഞാൻ കഴിയുന്നതിന്റെ കുറച്ച് മുമ്പ് ഞാൻ മൃഗങ്ങളാക്കണം. നമ്മളൊക്കെ മൃഗങ്ങളാവണം. അല്ലെങ്കിൽ മറ്റു ജീവികളാ, മനുഷ്യനാവരുത്. എന്നാൽ രോഗം, ചികിത്സയും പ്രശ്നങ്ങളും വിഷമങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോകും. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ജീവിയായിരിക്കും നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. എന്താണ് ആ വ്യത്യാസം? ഇതാണ് എന്തായിരിക്കും വ്യത്യാസം? എന്താണ് വ്യത്യാസം? നമുക്ക് അവർക്ക് ഇല്ലാത്തത് എന്താ നമുക്കുള്ളത്, അല്ലെങ്കിൽ നമുക്കുള്ളത് എന്താണ് അവർക്ക് ഇല്ലാത്തത്? നമുക്ക് രോഗഭയമുണ്ട്, അവർക്കതില്ല. അവർക്ക് സ്വന്തം ശരീരത്തെ കുറിച്ച് അറിയാം. ഒരു അസുഖം വന്നാൽ വിശപ്പ് ഇല്ലാത്ത സമയത്ത് ഭക്ഷണം കഴിക്കരുത് അവർക്ക് സ്വയം നാച്ചുറലി അറിയുന്നുണ്ട്. നമുക്ക് നമ്മുടെ ശരീരം മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ അറിവ് നേടിയിട്ടുള്ളത് അവര് പറയുന്നതിനനുസരിച്ചാണ്. അവരെ താല്പര്യത്തിന് പറയുന്നതിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് രോഗമുണ്ട്, അവർക്ക് രോഗമുണ്ട്. ആ രോഗം എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ മൃഗമാവും. നമ്മൾ വേറെ ആരും ഡോക്ടറെ കാണിക്കില്ല. നമ്മൾ പോയിട്ട് ലാബിന്റെ മുന്നിൽ വന്നിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യൂല. അതിന്റെ വേരിയേഷൻ നോക്കിയിട്ട് മരുന്ന് കഴിക്കൂല. പലരും നമ്മുടെ അടുത്ത് വരാറുണ്ട്. ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഫുള്ള് ബോഡി ചെക്കപ്പ്, ഒരു കുഴപ്പമുണ്ടാവില്ല, സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ടൂറൊക്കെ പോയി വന്നിട്ട് ഏതായാലും പോകാനായില്ലേ, ഇന്ന് ബോഡി ചെക്കപ്പ് ചെക്കപ്പ് ചെയ്താണ്. അപ്പൊ അയാളെ മാനസിക അവസ്ഥക്കനുസരിച്ച് ലാബിൽ പോയപ്പോ ലാബിൽ കുറച്ച് തിരക്കുണ്ട്, അപ്പൊ തന്നെ വീട്ടിലേക്ക് എത്താൻ പറ്റില്ല. ആ ഇമോഷണൽ ചേഞ്ച് മതി, ഇതിൽ വേരിയേഷൻ വരാം. ലാബ് മാറുമ്പോ വേരിയേഷൻ വരാം. ഇതൊക്കെ അനുസരിച്ചുള്ള വേരിയേഷൻ വെച്ചിട്ട് വരാൻ സാധ്യതയുണ്ട്. കൊളസ്ട്രോൾ ഇവിടെ കൂടിയിട്ടുണ്ട്. ബാക്കി ഡോക്ടർമാരും പറഞ്ഞ് പേടിപ്പിക്കണം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്ക് രോഗകാര്യത്തിൽ മാത്രം മൃഗങ്ങളായിട്ട് അല്ലെങ്കിൽ മറ്റ് ജീവികളായിട്ട് ജീവിക്കാം. അത് നിങ്ങൾ തയ്യാറല്ലേ? തയ്യാറാവണം. ചികിത്സ എല്ലാം ഇപ്പോ മേഡം പറഞ്ഞ പോലെ എല്ലാ രോഗത്തിനും എല്ലാം സ്ഥിരമായിട്ട് അക്യുപഞ്ചർ ചെയ്യാനൊന്നും പറയുന്നില്ല, വേണ്ട. മൃഗങ്ങൾ എന്താ ചെയ്യണമെന്ന് നോക്കുക. മറ്റു ജീവികൾ രോഗം വരുമ്പോ എന്താ ചെയ്യാ? മറ്റു ജീവികളും നമ്മളും നാലും കോമൺ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമ്മുടെ ശരീരത്തിൽ. എന്താണത്? ഒന്ന് ഭക്ഷണം, അല്ലെ?
ജീവൻ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ഭക്ഷണം വേണം. അത് സമ്മതിച്ചില്ല. ജീവികൾക്കും വേണം, നമുക്കും വേണം. പിന്നെന്താണ്? വെള്ളം വേണം. വെള്ളം ഇല്ലാതെ പറ്റില്ല. പിന്നെന്താണ്? വിശ്രമം വേണം. വേണ്ടേ? രോഗങ്ങളില്ലാതെ ജീവിക്കാനുള്ള വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. സംസാരിച്ചിട്ട് കേൾക്കാതിരിക്കണ്ട. പിന്നെന്താ വേണ്ടേ? വിശ്രമം വേണം, ഉറക്കം വേണം. ഇത് നാലും മറ്റ് ജീവികളെ കണ്ട് നമ്മൾ പഠിക്കണം. പഠിച്ചാൽ അവരെ പോലെ രോഗങ്ങളില്ലാതെ ജീവിക്കാം. അവരോട് പറയുന്നു വേണ്ട, പക്ഷെ നമ്മൾ ചെയ്യണം. നമുക്ക് ഒരു രോഗത്തിനും ഒരു ഡോക്ടർ വേണ്ട. നമുക്കറിയാലോ, ഇപ്പൊ പറയല്ലേ, മേഡം 13 വർഷമായി ഒരു മരുന്നും കഴിക്കുന്നില്ല. ഞങ്ങളൊക്കെ അതേപോലെ തന്നെ 8 വർഷം 9 വർഷമായി ഇതിലേക്ക് എത്തിയിട്ട് ഒരു മരുന്ന് കച്ചവടം ചെയ്തിരുന്ന ആളാണ്. ബാഗിൽ എപ്പോഴും മരുന്നുണ്ടാവും. കുട്ടികൾക്ക് പലിശ ഉറപ്പായി നിർത്തി പറയുന്നത് ഒരു മരുന്ന് പോലും കഴിക്കുന്നില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർ കഴിക്കുന്ന മരുന്നുകളൊക്കെ ഒഴിവാക്കും. എന്റെ മുമ്പ് അതിലുണ്ട്. ഞാൻ പഠിച്ച് ഫസ്റ്റ് 8 വർഷം മുമ്പ് പഠിച്ചു വന്നപ്പോ ഫസ്റ്റ് ചെയ്തത് അറിയാം, പുറത്തുള്ള രോഗികൾക്ക് അസുഖം മാറാൻ മരുന്ന് ഒഴിവാക്കുന്നതിന് മുമ്പ് ആരെ മരുന്ന് ഒഴിവാക്കണം? എന്റെ ഉമ്മയുടെ മരുന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ എന്റെ മരുന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ ഒഴിവാക്കണ്ടേ? അല്ല പുറത്തുള്ളവർ ചെയ്യാൻ പറ്റുമോ? എന്റെ ഉമ്മയുടെ മരുന്ന് ഫസ്റ്റ് പ്രഷറിന് സ്ഥിരം കാലമായിട്ട് കഴിച്ചിരുന്ന മരുന്ന് അന്ന് മുതൽ നിർത്താൻ പറഞ്ഞു. അതിനുശേഷം ഒരു മരുന്ന് പോലും കഴിച്ചില്ല. അങ്ങനെ ഞങ്ങളിൽ നിന്ന് തന്നെ പരീക്ഷിച്ചിട്ടാണ് മറ്റുള്ളവരെ പരീക്ഷിക്കുള്ളൂ. നമ്മൾ ധൈര്യമായിട്ട് സമീപിക്കാം. ഡോക്ടർമാർ പലതും പറയും. നമ്മുടെ വേരിയേഷൻ എന്താണ് മരുന്ന് എന്നുള്ളത് മരുന്നിനെ കുറിച്ച് പഠിച്ചവർക്കേ അറിയുള്ളൂ. രോഗം മാറാനല്ല മരുന്ന്. എൻ്റെ അടുത്തൊരു പേഷ്യന്റ് വന്നിട്ട് അവര് സമയം പറയണം. പേഷ്യന്റ് വന്നിട്ട് അവര് അലർജി 2 വർഷമായിട്ട് അലർജി ഉണ്ട്. ഞാൻ പറയും സ്ഥിരമായിട്ട് 2 വർഷമായിട്ട് മരുന്ന് കഴിക്കണം. മോണ്ടിക്കൽ കാസ്റ്റ് എന്ന് പറഞ്ഞൊരു മരുന്നാണ് കഴിക്കുന്നത്. അത് 2 വർഷമായിട്ട് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ മരുന്ന് നിങ്ങൾ അസുഖം മാറുന്നതിനെ തടയുന്നതാണ്. മാറാനുള്ള സിംറ്റംസ് വരും ശരീരത്തിൽ. ആ ശരീരത്തിൽ സിംറ്റംസ് വരുന്നതിനെ സപ്രസ് ചെയ്യുകയാണ് ഈ മരുന്ന് എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഈ മരുന്നിനെ കുറിച്ചും അസുഖത്തിനെ കുറിച്ചും പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്, എന്താ വർക്ക് എന്താ ചെയ്യുന്നത്? എന്നോട് പറഞ്ഞു, ഞാൻ അൻസാർ ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റ് ആണ്, മരുന്ന് എടുത്തു കൊടുക്കുന്ന ആളാണ്. ഞാൻ ചോദിച്ചു, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടാകും? കാരണം ഞാൻ ഫാർമസിസ്റ്റ് ആണെന്ന് അറിയില്ല. ഒരു ഡോക്ടറെക്കാൾ കൂടുതൽ മരുന്നിനെ കുറിച്ച് അറിയുന്നതായിരിക്കാം ഫാർമസിസ്റ്റ് ആണ്. ഡോക്ടർക്ക് മരുന്നിനെ കുറിച്ച് അറിയില്ല. അവര് പഠിക്കുമ്പോഴുള്ള മരുന്ന് ഏതാണോ അതിനെ കുറിച്ച് അതിന്റെ മോളിക്യൂളും അതിന്റെ കണ്ടന്റ് മാത്രമേ അറിയുള്ളൂ. പിന്നെ അവര് പഠിക്കുന്നപ്പോഴാണ് അവര് വന്നിരിക്കുമ്പോ അതിനുശേഷം എത്രയോ മരുന്നുകൾ അറിഞ്ഞുണ്ട്. ആ മരുന്നുകൾ പറഞ്ഞിടുന്നാരാ? മരുന്ന് കമ്പനിക്കാരാണ്. ഇത് നല്ല മരുന്നാണ്. കാരണം എന്താ? അവർക്ക് ലാഭം ഉണ്ടതിൽ, ഡോക്ടർക്ക് ലാഭം ഉണ്ടാവും. അടുത്ത രോഗി ആരാ? അവർക്കത് എഴുതും. നമ്മൾ ശരിക്കും അറിയണം. അപ്പൊ മരുന്നുകൾ രോഗികളെ എന്താ ചെയ്യുന്നത്? അസുഖം മാറില്ല. നമ്മൾ എന്താ വിശ്വസിക്കണം? അപ്പൊ ഈ 4 കാര്യങ്ങൾ ജീവികളിലുണ്ട്, നമ്മളിലുണ്ട്. ഭക്ഷണം. ഇപ്പൊ നിങ്ങളെ വീട്ടിൽ എത്ര ആളുണ്ട്? 3 ആൾ, 5 ആൾ, 5 ആളുണ്ട്. 5 ആൾക്ക് എത്ര ക്ലാസ് ആയിരിക്കണം ഉച്ചക്ക് വെക്കാൻ? കാരണം ഞാനൊന്നും പറയില്ല, 2 ക്ലാസ്. ഞങ്ങളോടെ 1 ക്ലാസ് മതി. 5 ആൾ. കാരണം ഭക്ഷണം കുറവ് ഗസ്റ്റിനനുസരിച്ച് ചെയ്തോളൂ. 1.5 ക്ലാസ് തെറ്റല്ല. ഗസ്റ്റിനനുസരിച്ച് അപ്പൊ 1.5 ക്ലാസ് അതിലിട്ട് അല്ലെ വെള്ളത്തിലിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ ഞങ്ങളല്ലേ, ഞാൻ എന്റെ മോളോട് കൂടി വന്നോട്ടേക്ക് അപ്പൊ ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ നമ്മൾ കുടുംബായില്ലേ, ബന്ധായില്ലേ? അപ്പൊ വന്നാൽ ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്നോട് പറയുന്നു ഭക്ഷണം കഴിച്ചിട്ട് പോവാം, ഉച്ചക്ക് വരുന്നത്. ഞാൻ ഈ സമയം നോക്കിയില്ലേ വന്നതാണ്. അപ്പൊ ഇത് ഭക്ഷണം കഴിച്ചു പോകും. ഞാൻ നോക്കിയതാണ്. അപ്പൊ ഞങ്ങള് 3 ആൾക്ക് എത്ര വേണം? 1 ക്ലാസ് മൂടില്ലേ? 1 ക്ലാസ്. 1 ക്ലാസ് കൊണ്ടിടുവോ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാര്യമാണ് അത് മനസ്സിലാക്കാണ്ട് അതിൽ കൊണ്ടിടുവോ? ഞാൻ തിളച്ചുകൊണ്ടിരിക്കുമ്പോ അതിൽ കൊണ്ടിടുവോ? വേറെ വെക്കും. അല്ല ഉള്ള ഭക്ഷണമല്ല, ഞങ്ങൾക്ക് 3 ആൾക്കുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ പട്ടിണിയാവും. അപ്പൊ അത് വേണ്ട, വേറെ ഭക്ഷണം ഉണ്ടാക്കാം. പക്ഷെ അതിൽ കൊണ്ടിടുവോ? ഇല്ല. അതിൽ കൊണ്ടിട്ട് എന്താവും? നമുക്ക് 5 ആൾക്കും കഴിക്കാൻ പറ്റില്ല. വേസ്റ്റ് ആയി അല്ലേ? വേസ്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞത് സമ്മതല്ലേ? വേസ്റ്റ് അല്ലേ? അത്
ആ വേസ്റ്റ് എന്ത് ചെയ്യും? പുറത്തുകൊണ്ടിടും അല്ലെ? ആ വേസ്റ്റ് ആർക്കും കഴിക്കാൻ പറ്റില്ല. ഇതേപോലെ നമ്മുടെ ശരീരത്തില് നമ്മൾ കഴിച്ചു, ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചു ഭക്ഷണം, എന്നിട്ട് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുമ്പോ എന്റെ അടുത്ത സുഹൃത്ത് ക്ഷണിക്കുകയാണ് ഭക്ഷണം. അപ്പൊ ഇത് എന്തായിട്ടുണ്ടാവും? പകുതി ദഹനായിട്ടുണ്ടാവും. പകുതി ദഹനായിട്ടുണ്ടാവും. ആ ചെമ്പിലെ കലത്തിലെ ഭക്ഷണം പോലെ പകുതി ദഹനായിട്ടുണ്ടാവും. ഇതിന്റെ മേലെ കൊണ്ടിട്ടാലോ എന്തോ പറയും? വേസ്റ്റായി ഇല്ല, വേസ്റ്റായില്ലേ? അതേപോലെ വയറ് ദഹനിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഭക്ഷണം കൊടുന്നിടുമ്പോ അതും ആരും കാണില്ല. നിങ്ങൾക്ക് സന്തോഷമായി, കാരണം സുഹൃത്തിന് സന്തോഷമായി, ഞാൻ ഭക്ഷണം കഴിച്ചല്ലോ. നമ്മൾ എന്റെ വീട്ടിൽ ഞാൻ എന്റെ ഉമ്മ പോയാൽ ഞാൻ വേണ്ട വേണ്ട പറഞ്ഞാലും കൊടുന്ന് ഇടും. സന്തോഷമായിരിക്കാൻ ഭക്ഷണം തന്നിട്ടല്ലേ? ആ ഭക്ഷണം ഞാൻ ഇവരെ ഇവര് കൊടുന്നല്ലേ, ഇവര് നിർബന്ധിക്കില്ലേ, ഞാൻ എന്റെ മേലെ കൊണ്ടിട്ടാണ്. അപ്പൊ എന്താവുക? അപ്പൊ അത് വേസ്റ്റ് ആവും. ആ വേസ്റ്റ് ശരീരം തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന്. ശരീരം ഒരിക്കലും തെറ്റിയില്ല. അക്യുപഞ്ചറിലെ ആ പാഠത്തിന് ഏറ്റവും വലിയൊരു വാക്കാണ് ബോഡി നെവർ കമ്മിറ്റ്സ് എനി മിസ്റ്റേക്ക്. ശരീരം ഒരിക്കലും തെറ്റിയില്ല. അതുപോലെ തന്നെ സെൽഫ് ക്യൂറിംഗ് മെക്കാനിസം, ശരീരം എന്ത് അസുഖം വന്നാലും അതിനെ ഓവർകം ചെയ്യാൻ പരിശ്രമിക്കുന്നു. അപ്പൊ ശരീരം തീരുമാനിച്ച് ഇത് വേസ്റ്റ് ആണ്, ഞാൻ എന്ത് ചെയ്യണം? അത് ശരീരം പുറന്തള്ളും. ആ പുറന്തള്ളുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് രോഗം. മനസ്സിലായോ? രോഗം മനസ്സിലായോ? ആ ആവശ്യമില്ലാത്ത ഭക്ഷണം ശരീരം പുറന്തള്ളുമ്പോ ഉണ്ടാകുന്ന രോഗമാണ് എന്ത്? ജലദോഷം മുതൽ ക്യാൻസർ വരെ വരുന്ന രോഗം. അത് ശരീരത്തിൽ ആ വേസ്റ്റ് വരുമ്പോ അത് കഫമാക്കി മാറ്റും ശരീരം. കഫമാക്കി മാറ്റുമ്പോ ശരീരം ആ കഫമാക്കി മാറ്റി എങ്ങനെ പോണം? ചുമച്ച് തുപ്പി പോണം, തുമ്മലിലൂടെ പോണം. അപ്പൊ ഈ വേസ്റ്റിനെ ഒഴിവാക്കണം നല്ലത്, ഈ തുമ്മലിന് ഉപയോഗിക്കണം നല്ലത് പറയും. അതായത് തുമ്മൽ എന്ന് പറയുന്നത് ആ വേസ്റ്റ് ശരീരം പുറത്താണ്, കഫത്തിലൂടെ ചുമയിലൂടെ. അധികം നമ്മൾ ചുമച്ചിട്ട് 2 ദിവസമായി ഉറങ്ങിയില്ല എന്നാണെങ്കിൽ പോയിട്ട് ചുമന്റെ മരുന്ന് കുടിക്കണം. എന്നിട്ടെന്താ ചെയ്യുന്നത്? ഈ കഫത്തിനെ അങ്ങനെ ബ്ലോക്ക് ചെയ്യുക. അങ്ങനെ സ്ഥിരമായി ബ്ലോക്ക് ചെയ്യുമ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയപ്പോ ഒറ്റ കുട്ടി മരുന്ന് കൊണ്ടാണ് അസുഖം മാറി. അതായത് ആ കഫം അവിടെ സ്റ്റോപ്പായി. അപ്പൊ നമുക്ക് ശ്വാസം മുട്ട് പോലെ വരും. അപ്പോൾ സ്പ്രേ അടിക്കും. ഇൻഹീലർ ഒറ്റ പ്രാവശ്യം അടിച്ചാൽ ആ സ്പ്രേ അടിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? ആ കഫം അവിടെ ഡ്രൈ ആയി. അങ്ങനെ സ്ഥിരമായി ഡ്രൈ ആവുമ്പോഴാണ് ഈ ശ്വാസം മുട്ട് കൂടുന്നതും ഓക്സിജൻ വരുന്നതൊക്കെ. ഇതാണ് നമ്മൾ ഇത് ഒരു ചെറിയൊരു ഉദാഹരണം. ഇതേപോലെ ഓരോ ഉദാഹരണം വെച്ചിട്ട് ഓരോ അസുഖം വരും. ഇപ്പൊ വെള്ളം, ഭക്ഷണം കഴിഞ്ഞാൽ വെള്ളം. ഈ വെള്ളം എങ്ങനെ അമിതമായി കഴിച്ചു കഴിഞ്ഞാലും തീരെ കഴിക്കാതിരുന്നാലും അസുഖമാണ്. വെള്ളത്തിന്റെ ലെവലിൽ ഒരു ഇംബാലൻസ് ബാലൻസ്, അതാണ് ചികിത്സ. അക്യുപഞ്ചർ ചികിത്സ എന്ന് പറഞ്ഞാൽ ഇംബാലൻസ്, ശരീരം ബോഡി ഇംബാലൻസിലേക്ക് പോകുമ്പോൾ അതിന് ബാലൻസ് ചെയ്യാം. അപ്പൊ വെള്ളം നമ്മുടെ ആവശ്യത്തിന് കഴിച്ചാൽ മതി എന്ന് പറയും. മറ്റു ഡോക്ടർമാര് പറയും 3 ഗ്ലാസ് 5 ഗ്ലാസ് 10 ഗ്ലാസ് എനിക്ക് പറ്റുന്നിടത്തോളം കഴിച്ചോണ്ട് പോകും. AC റൂമിൽ AC, വീട്ടില് കാറിൽ AC, ഓഫീസിൽ AC, ഇങ്ങനെ പോണ ഒരാൾക്ക് ഇതായിരിക്കുമോ? അയാൾക്ക് 3 ലിറ്റർ പറ്റും, ഒരു ഗ്ലാസ് പോലും പറ്റില്ല. നേരെ മറിച്ച് ആ പുറത്ത് കിടക്കുന്ന ഒരു ജോലിക്കാരൻ വെയിലത്ത് അയാൾക്ക് 10 ഗ്ലാസ് പോരാ. അപ്പൊ ഓരോ മനുഷ്യന്റെയും വെള്ളം ആവശ്യമുള്ളതിനനുസരിച്ച് കുടിച്ചാൽ മതി. അതാണ് അക്യുപഞ്ചറിസ്റ്റ് പറയാ, വെള്ളം ദാഹം തോന്നുമ്പോ, ശരീരം ആവശ്യപ്പെടുമ്പോ വെള്ളം കൊടുത്താൽ മതി. പിന്നെ ക്ഷീണം വരുമ്പോ റെസ്റ്റ് എടുക്കുക. ബോഡി, നമ്മുടെ ശരീരം ഒരുപാട് ജോലി ചെയ്യുമ്പോ 2-3 ദിവസം റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യുമ്പോൾ ശരീരം ക്ഷീണമാവും. അപ്പൊ ക്ഷീണത്തിന് റെസ്റ്റ് കൊടുക്കണം. ആ റെസ്റ്റ് കൊടുത്താൽ അപ്പോൾ ശരീരം റിപ്പയർ ചെയ്തിട്ട് പഴയ ലെവലിൽ എത്തിക്കും. ഇതുപോലെ ഉറക്കം വളരെ നിർബന്ധമാണ്. നമ്മുടെ ശരീരത്തിന്റെ ഒരുപാട് ഹീലിംഗ് നടക്കുന്ന ഒരു മേഖലയാണ് ഉറക്കം. ആ ഉറക്കം കുറയുമ്പോൾ അസ്വസ്ഥതകൾ കൂടും. ഉറങ്ങിക്കഴിഞ്ഞ് അതിനാണ് 9 മണി മുതൽ നിങ്ങൾ ഉറങ്ങണം. കുട്ടികളുണ്ട് 10 മണിക്കും പറ്റില്ല, 11 മണിക്കാ മക്കൾ വരിക. നിങ്ങൾ അസുഖം മാറണമെങ്കിൽ നിങ്ങളിങ്ങനെ ലാബിന്റെ പിന്നാലെ ഡോക്ടർ ഓപ്പറേഷൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ വിഷമം പറയുന്നത് എത്ര നല്ലതാണ്. ഈ കുട്ടികളോട് വിഷമം പറയുന്നത്, മറ്റുള്ളവരോട് ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ വിഷമം പറയില്ല നമ്മള്. ആ വിഷമം പറയുന്നതിനേക്കാൾ എത്ര നല്ലതാണ് മക്കളോട് നിങ്ങൾ നേരത്തെ വരിക പറഞ്ഞ് നേരത്തെ കിടക്കണം. അത് പറയാൻ പറ്റില്ല. ഇതാണ് നല്ലത്. ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് വിശപ്പ് നോക്കി മാത്രം ഭക്ഷണം കഴിക്കുക, സാവധാനം ചവച്ചരച്ച് കഴിക്കുക, വളരെ വയറിന് പണി കൊടുക്കാത്ത രീതിയിൽ വായിൽ തന്നെ ദഹിച്ചു പോകുന്ന തരത്തിൽ ഭക്ഷണം കഴിക്കുക. അസുഖം
രണ്ടാമത് വെള്ളം ദാഹത്തിനനുസരിച്ച് കുടിച്ചാൽ മതി. ക്ഷീണം തോന്നുന്നെങ്കിൽ റെസ്റ്റ് എടുക്കുക. രാത്രി 9 മണിക്ക് തന്നെ എടുക്കുക. ചെയ്താൽ തന്നെ അസുഖങ്ങൾ ഒരിക്കലും മാറും. എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ എപ്പോഴാണ് അസ്വസ്ഥത വരിക? ശരീരം അസുഖം മാറ്റുമ്പോഴാണ് അസ്വസ്ഥത വരിക. ആ അസ്വസ്ഥത വരുമ്പോൾ റെസ്റ്റ് കൊടുക്കുക, ഭക്ഷണം കുറക്കുക. അത് മാത്രം മതി, നല്ല അസുഖം മാറും. ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഇവിടെ അടുത്തുണ്ട് മേധാനസ്ഥിതി, അവിടെ ഉണ്ട് ഇങ്ങനത്തെ കാര്യമൊന്നുമില്ല. ഇവിടെ തന്നെ അച്ഛാ മതി. വളരെ സിമ്പിൾ. രോഗം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ പേടിച്ച് ഇപ്പൊ ജീവികളെ ഞാൻ ആദ്യം പറഞ്ഞതിനാണ് ജീവികൾക്ക് രോഗമില്ല. അതെന്നെ ആലോചിച്ചാൽ മതി. അവർക്ക് കൊണ്ട് കിട്ടിയ ലിവറും കുടലും ആമാശയം എല്ലതും അവർക്കുണ്ട്. ഭക്ഷണം കഴിക്കുന്നുണ്ട്, വിഷമം എല്ലതും ഉണ്ട്. മോശം പോണുണ്ട്. ശരീരം ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിന് ആവശ്യങ്ങൾ എടുത്തിട്ട് ബാക്കി ശരീരം പുറന്തള്ളുണ്ട്. അതൊക്കെ ചെയ്യാൻ എന്റെ സമയമായിട്ടുണ്ട്. ഞാൻ വേറെ എന്തെങ്കിലും ഒരു അവസരത്തിൽ പറയാം. എല്ലാവർക്കും നല്ലത് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.